നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുഫലങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ നക്ഷത്രങ്ങളെപ്പറ്റി അവരുടെ ഈ വിഷുവർഷത്തെ ഫലങ്ങളെപ്പറ്റി ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. ഈ വീഡിയോയിൽ പറയുന്നത് മകേരം നക്ഷത്രത്തെ പറ്റിയാണ്. മകേരം 2 കൂറുകളിലാണ്, ഇടവക്കൂറിലും മിഥുനക്കൂറുകളിലുമായി പാതി നക്ഷത്രങ്ങൾ വീതമുള്ളതാണ് ഈ മകേരം നക്ഷത്രം. 2026 വിഷുഫലം പൊതുവെ അനുകൂലമായ മാറ്റങ്ങളുടെ വർഷമായിട്ടാണ് മകേരം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നത്. ചൊവ്വ ആധിപനായ ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയിൽ തടസ്സങ്ങൾ നീങ്ങി വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുവാനായി സാധിക്കും. കൂടാതെ ഭൂമി സംബന്ധമായ ഇടപാടുകളിലും നിർമ്മാണ പ്രവർത്തനങ്ങളിലുമെല്ലാം സ്വാഭാവികമായ താല്പര്യവും അതിൽ നിന്ന് ലാഭവും ഉണ്ടാകും. 2026 ജൂണിലെ വ്യാഴമാറ്റം വലിയ പുരോഗതി കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായി നമുക്ക് ഈ ഫലം പരിശോധിക്കാം. പ്രധാന മാറ്റങ്ങൾ തൊഴിലും സാമ്പത്തികവും കുടുംബജീവിതവും സ്നേഹബന്ധങ്ങളും കൂടാതെ ആരോഗ്യവും അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ വീഡിയോ വിശദമായി പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് അല്പം ലെന്ത് കൂടുതലായിരിക്കാം. താല്പര്യമുള്ളവർ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. ഈ വർഷം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഉണ്ടായിരുന്ന അവ്യക്തത നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിന് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ മാറി കൂടുതൽ ക്ലിയറായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഈ വ്യാഴമാറ്റം വരുന്നതോടുകൂടി നിങ്ങൾക്ക് ധനപരമായും കുടുംബപരമായും വലിയ നേട്ടങ്ങളുണ്ടാവും. നിങ്ങളുടെ ആത്മവിശ്വാസം പരിപൂർണമായി വർദ്ധിക്കുന്നതിനാൽ ഉറച്ച തീരുമാനങ്ങൾ, കൃത്യസമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് അനുകൂലമായ ധാരാളം ഫലങ്ങൾ നൽകുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജൂണിന് ശേഷം അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. പക്ഷേ ജൂൺ വരെ നിങ്ങൾ കാത്തിരിക്കരുത്. നിങ്ങളുടെ ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ശ്രമത്തിന് പരിപൂർണമായ ഒരു ഫലം ജൂണിലെ വ്യാഴമാറ്റത്തോടു കൂടി സംഭവിക്കും. സാങ്കേതിക മേഖലയിലും റിയൽ എസ്റ്റേറ്റ് രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. സാമ്പത്തികപരമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യമായി ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിന് സാധ്യതയുള്ള പല കാര്യങ്ങളും മുന്നിലേക്ക് വരും. പണം അഥവാ ധനം നിങ്ങൾ കരുതി തന്നെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് നല്ല വരുമാനം, സാമ്പത്തിക നേട്ടമൊക്കെ ലഭിക്കും. കാരണം അനുകൂല ഫലങ്ങൾ 85% മകേര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഈ വിഷു വർഷത്തിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന പണം സൂക്ഷിച്ച് ചെലവിടുവാൻ കൂടി ശ്രമിക്കണം. പഴയ കടങ്ങൾ വീട്ടുവാൻ സാധിക്കുന്നൊരു വർഷമാണിത്. അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കാതെ നിങ്ങൾക്ക് മുൻകാലങ്ങളുണ്ടായിരുന്ന ബാധ്യതകളൊക്കെ ഈ ലഭിക്കുന്ന പണം കൊണ്ട് കൊടുത്ത് തീർത്ത് സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു ജീവിതം സ്വായത്തമാക്കുവാൻ തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു ശ്രമം തന്നെ വേണം. വസ്തുവോ വീടോ ആഗ്രഹിക്കുന്നവർക്ക്, അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്ന ഒരു സമയം കൂടിയാണ് ഈ വിഷുവർഷം. സ്ഥാനക്കയറ്റം ലഭിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരവും പദവിയും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന്, കർമ്മരംഗത്ത് നിന്ന് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഔദ്യോഗിക മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വലിയ ബിസിനസ് രംഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനും ചെറുകിട കച്ചവടം ചെയ്യുന്നവർക്ക് വലിയ കച്ചവട രംഗത്തേക്ക് മാറുവാനുമൊക്കെ അനുകൂലമായ അവസരങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. കുടുംബവും സ്നേഹബന്ധങ്ങളും വളരെ ഇഴയെടുപ്പത്തോടു കൂടി പോകുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കും. പങ്കാളിയുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു പങ്കാളിയാണ് എന്നുണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്ത് പുതിയ അവസരങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ്. പങ്കാളി പൂർണ്ണമായും നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഈ കാലയളവിൽ കൂടുതലായി ലഭിക്കുന്നത് എന്നതുകൂടി നമ്മൾ കൂട്ടി വായിക്കണം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ നീണ്ടുപോയതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഈ മകേര നക്ഷത്രക്കാർക്ക്
വിഷുവർഷത്തിൽ മംഗല്യ ഭാഗ്യം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ വിവാഹം നടക്കുന്നതിനും വിവാഹ ആലോചനകളുമായി മുന്നോട്ട് പോകുന്നതിനുമൊക്കെ ശുഭകരമായ സമയങ്ങളാണ്. പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ ധാരാളം സാധ്യതയുണ്ട്. നിങ്ങളുടെ പ്രൊഫഷനിൽ, അതായത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിന്നും സമാന ചിന്താഗതിക്കാരായ പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും അവരുടെ പിന്തുണ, സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനും വളരെയധികം സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് അല്പം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ചൊവ്വയുടെ സ്വാധീനം ഉള്ളതിനാൽ രക്തസമ്മർദ്ദം, ഉഷ്ണസംബന്ധമായ അസുഖങ്ങൾ എന്നിവ വരാതെ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾക്കത് ആരംഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ ചികിത്സ തേടേണ്ട ഒരു സമയം കൂടിയാണ്. വാഹനം ഓടിക്കുമ്പോൾ അമിത വേഗത ഒഴിവാക്കുക, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക, അസമയങ്ങളിലും നിങ്ങൾക്ക് കൃത്യമായ ഒരു ദിശാബോധമില്ലാത്ത സമയത്തുമെല്ലാം സഞ്ചരിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. മിഥുനക്കൂറുകാർക്ക് അഷ്ടമശനി ഇല്ലാത്തതിനാൽ തന്നെ വലിയ ദോഷങ്ങളൊന്നുമില്ല. പക്ഷെ കണ്ടകശനി പീഡകൾ വരാതിരിക്കുവാനായിട്ട് നിങ്ങളൊന്ന് ജാഗ്രത പുലർത്തണം. അനുകൂലമായ നിറം ചുവപ്പ്, മഞ്ഞ, വെളുപ്പ് എന്നിവയാണ്. ശുഭദിനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ശുഭ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ചൊവ്വാഴ്ച, വ്യാഴാഴ്ച തുടങ്ങിയ ദിവസങ്ങൾ തിരഞ്ഞെടുക്കണം. വീട് പണി തുടങ്ങാൻ 2026 മെയ്, ഓഗസ്റ്റ്, നവംബർ മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂല സമയമാണ്. അതുപോലെ തന്നെ വാഹനം വാങ്ങാൻ സെപ്റ്റംബർ, ഒക്ടോബർ വിജയദശമി സമയം, ഈ സമയമെല്ലാം നിങ്ങൾക്കൊരു പുതിയ വാഹനം വാങ്ങുന്നതിന് അനുകൂലമായ സമയമാണ്. ഗ്രഹനിർമ്മാണവും വസ്തു ഇടപാടുകളുമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയമാണ്. ഈ മകര നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കും. സ്വന്തമായ ഒരു വീട് ഇല്ലാത്തവർക്ക് അത് വീട് നിർമ്മിക്കുവാനോ അല്ലെങ്കിൽ വസ്തു വകകൾ നിങ്ങൾക്ക് വാങ്ങുവാനോ ഒക്കെ അനുകൂലമായ സമയമാണ്. അത് 2026 മെയ്, ഓഗസ്റ്റ്, നവംബർ മാസങ്ങളിൽ ഒരു വീട് വാങ്ങുവാനോ അതിന് അഡ്വാൻസ് കൊടുക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതിനാവശ്യമായ പണം നിങ്ങൾക്ക് തീർച്ചയായും സാമ്പത്തികപരമായ അനുഗ്രഹീതമായൊരു സമയമായതിനാൽ ഈ ജൂൺ മാസത്തിന് ശേഷം തീർച്ചയായും അതിനുള്ളൊരു പണം നിങ്ങളുടെ കൈവശത്ത് എത്തുന്നതാണ്. തറക്കല്ലിടുവാനായി ചിങ്ങമാസത്തിൽ മകേര നക്ഷത്രം വരുന്ന ശുഭദിനം തിരഞ്ഞെടുക്കുന്നത് വളരെ ഉത്തമമാണ്. ചൊവ്വയുടെ അനുകൂലാവസ്ഥ നോക്കി തറക്കല്ലിടുന്നത് പണി വേഗത്തിൽ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ പൂർത്തീകരിക്കുവാനായി സാധിക്കും. ഏപ്രിൽ 19 ശേഷം വരുന്ന അക്ഷയ തൃതീയ ദിവസം നിങ്ങൾക്കൊരു ഭൂമി വാങ്ങുവാൻ അഡ്വാൻസ് നൽകുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പിടുന്നതിനോ ഒക്കെ വളരെ വിശേഷപ്പെട്ടതാണ്. ഗ്രഹപ്രവേശം നിങ്ങൾ സെപ്റ്റംബർ മുതൽ ഈ വർഷത്തിൻ്റെ അവസാനം, ഈ വിഷു വർഷത്തിൻ്റെ അവസാനം വരെയുള്ള മാസങ്ങളിൽ മകര നക്ഷത്രക്കാർക്ക് അനുകൂലമായ നിരവധി മുഹൂർത്തങ്ങൾ കാണാം. അത് ഉത്തമമായ ഒരു മുഹൂർത്തം നോക്കി ഗ്രഹപ്രവേശം ചെയ്യാവുന്നതാണ്. ഈ വിഷുവർഷത്തിൽ നിങ്ങൾക്ക് മംഗല്യയോഗം വളരെ ശക്തമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ, അതായത് ജൂണിന് ശേഷമുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയം വരും. അത് ജൂലൈ മുതൽ ഡിസംബർ വരെ ശുഭകരമായ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ഉറപ്പിക്കുന്ന വിവാഹങ്ങൾ, അതിലെ ജീവിത പങ്കാളികൾ തമ്മിൽ നല്ല പൊരുത്തവും സാമ്പത്തിക ഭദ്രതയുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന മകര നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം, നവരാത്രി കാലത്ത് അല്ലെങ്കിൽ നവംബർ മാസങ്ങൾ ഭാഗ്യപ്രദമാണ്. ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വാഹനം വാങ്ങുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായും അത് സാധിക്കും. അതിൻ്റെ നിറം കടും ചുവപ്പ്, സിൽവർ കളർ അല്ലെങ്കിൽ വെളുത്ത നിറം, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരും. അത്തരത്തിലുള്ള വാഹനം നിങ്ങൾക്ക് വളരെ ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. ചൊവ്വാഴ്ചകളിലോ വ്യാഴാഴ്ചകളിലോ ആയിരിക്കണം സുപ്രധാനമായ തീരുമാനങ്ങൾ നിങ്ങൾ ഈ വിഷുവർഷത്തിൽ എടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണകരമായി പര്യവസാനിക്കും. ഇടവക്കൂറുകാരുടെ 10ാം ഭാവത്തിലെ ശനിയെയും മിഥുനക്കൂറുകാരുടെ 9ാം ഭാവത്തിലെ ശനിയെയും പരിഗണിച്ച് നിങ്ങൾ കഠിനാധ്വാനത്തിന് തയ്യാറാകണം. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്ക് ഫലം കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നായി പ്രയത്നിക്കുക. നിങ്ങൾക്ക് നല്ല അവസരങ്ങളും നല്ല സാമ്പത്തിക പ്രതിഫലങ്ങളുമൊക്കെ തീർച്ചയായും ലഭിക്കും. അനുകൂല നിറങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുകയാണ്. ചുവപ്പ്, മഞ്ഞ, വെളുപ്പ്
തുടങ്ങിയ വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അത്തരം കളറുകൾ നിങ്ങളുടെ ഓഫീസിലോ വീടിലോ ഒക്കെ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഈ നിറങ്ങൾ നിങ്ങളുടെ വിജയത്തെ, നിങ്ങളുടെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. തടസ്സങ്ങൾ മാറാനായി ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുകയോ ലളിതാ സഹസ്രനാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതിനൊപ്പം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന നടത്തുന്നതും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാനായി സഹായിക്കും. മകേര നക്ഷത്രക്കാർക്ക് ഈ വർഷം സ്വന്തം വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ വീട് മനോഹരമാക്കാനോ ഒക്കെയുള്ള യോഗങ്ങൾ കൂടിയുണ്ട്. കുടുംബത്തിലെ മുതിർന്നവരുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത്. കൃത്യമായി അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരികയാണെങ്കിൽ ചികിത്സകൾ നൽകുവാൻ ശ്രദ്ധിക്കണം. മകേര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഭൂമി ഇടപാടുകളിൽ നിന്നും നല്ല ധനലാഭം ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അത് നിങ്ങൾ വിൽക്കാനിട്ടിരുന്ന ഭൂമി വിൽക്കപ്പെടാതെ കിടക്കുകയായിരുന്നെങ്കിൽ അപ്രതീക്ഷിതമായി ആരെങ്കിലും വന്ന് അതിന് നല്ലൊരു മോഹവില നൽകി വാങ്ങുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ഭൂമി സ്വന്തമാക്കുവാനും നിങ്ങൾക്കതുപോലെ സാധ്യതയുള്ള ഒരു സമയമാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോൾ കൃത്യമായ രേഖകൾ പരിശോധിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. ഊഹക്കച്ചവടങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ധാരണയില്ലാത്ത കാര്യങ്ങളിൽ ഒന്നിലും തന്നെ നിങ്ങൾ പണം മുടക്കരുത്, പണം നിക്ഷേപിക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കുറച്ച് തലവേദന ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ സാമ്പത്തികപരമായി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മേഖല, തൊഴിൽ രംഗം, കുടുംബം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ഭാഗ്യാനുഭവം 85% നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഷുവർഷം കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ തൊഴിലുകൾ ലഭിക്കും, പുതിയ അവസരങ്ങൾ ലഭിക്കും, സാമ്പത്തികപരമായി ഉന്നതി ലഭിക്കും, സ്ഥാനക്കയറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു വീടോ വസ്തുവോ വാഹനമോ ഒക്കെ ആഗ്രഹിച്ചിരുന്നവരാണെങ്കിൽ അതൊക്കെ സാധ്യമാകും ഈ വിഷുവർഷത്തിൽ. കൂടാതെ വിവാഹവും ദാമ്പത്തിക ജീവിതവും തൃപ്തികരമായി സന്തോഷകരമായി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഈ വിഷുവർഷത്തിൽ നിങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നു പോകും. മുൻകാലങ്ങളിലുണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് കരകയറാൻ കഴിയുന്ന സമയം കൂടിയാണ്. ചെറിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. അനാവശ്യമായ കാര്യങ്ങളിലോ വ്യക്തമല്ലാത്ത ധാരണയില്ലാത്ത ഇടപാടുകളിലോ ഒന്നും പണം മുടക്കാതിരിക്കുക. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ടോടുകൂടി, കുടുംബത്തിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ മുന്നോട്ട് പോകുവാനായി ശ്രമിക്കുക. ദൈവവിശ്വാസം, ഈശ്വര ചിന്ത മുറുകെ പിടിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവതകളെ സന്ദർശിക്കുന്നതിനൊപ്പം തന്നെ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനകൾ നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സോടുകൂടി സൽപ്രവൃത്തിയോടുകൂടി മുന്നോട്ട് പോകുക. എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഷുവർഷമാണിത്. ഒപ്പം തന്നെ സഹജീവികളെ, പാവപ്പെട്ട ജീവജാലങ്ങളെ, മൃഗങ്ങളെയൊക്കെ തങ്ങളാൽ കഴിയുന്നത് വിധത്തിൽ സഹായിക്കുക. കൊടുംചൂടിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും. തെരുവ് മൃഗങ്ങളെ അല്ലെങ്കിൽ അശരണരെ, അനാഥരെ ഒന്നും തന്നെ നിങ്ങൾ ഒരിക്കലും ദ്രോഹിക്കരുത്. ഒരു മനുഷ്യനെയും ദ്രോഹിക്കരുത്. നിങ്ങൾ മൂലം ആരുടെയും കണ്ണുനീര് വീഴുവാൻ ഇടയുണ്ടാക്കരുത്. മറ്റൊരാളിൻ്റെ കൈവശമിരിക്കുന്ന വസ്തുവകകളും ഒന്നും തന്നെ ആഗ്രഹിക്കുകയോ അത് സ്വന്തമാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള ദോഷകരമായ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഭാഗ്യങ്ങൾ തടസ്സപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് അത് എത്താതെ പോകും എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ശാന്തമായ, സന്തോഷകരമായ, സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ മകേര നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ഒരു വിഷുവർഷമാണിത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.